ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. പ്രകൃതിയും ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കരുതുന്നത്. വീട്ടിൽ നിന്ന് ഞാനും ഏട്ടനും അമ്മയും പിന്നെ കുഞ്ഞാറ്റയും പൊന്നുമാണിട്ടുള്ളത്. ഫുൾ ടീം ഇവിടെ റെഡിയാണ്. അങ്ങനെ ഞങ്ങളിതാ മെല്ലെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 13 രാത്രിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, പാട്ടിടുന്നുണ്ട്, കൂടെ പാടുന്നുണ്ട്. ആകെ ബഹളമാണ് വണ്ടിയിൽ. പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും അറിയാലോ, ബാവലിപ്പുഴയുടെ തീരത്താണ് ഈ ഒരു അമ്പലം ഉള്ളത് എന്നുള്ളത്. ഇതേ ബാവലിപ്പുഴ നല്ല മനോഹരമായിട്ട് ഒഴുകുന്നുണ്ട്. നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുഴയ്ക്ക് നല്ല ഒഴുക്കുണ്ട്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. നേരെ ഞങ്ങൾ കുളിക്കാനൊക്കെ ആയിട്ട് എത്തിയതാണ്. നമ്മുടെ ബാവലിപ്പുഴയിൽ മുങ്ങി നിവർന്നിട്ട് വേണം കൊട്ടിയൂർ ദർശനത്തിന് പോവാൻ. അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നേ. അപ്പോൾ തണുത്ത് വിറച്ച് ഞങ്ങൾ എന്തായാലും കുളിക്കാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മുങ്ങി കുളിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാവലിപ്പുഴയിൽ നിന്ന് രണ്ട് കല്ലെടുത്ത് ഉരതി കഴിഞ്ഞാൽ ഒന്നുകിൽ ചന്ദനം കിട്ടും, അല്ലെങ്കിൽ ഭസ്മം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊരു ഭസ്മത്തിൻ്റെ കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് അങ്ങനത്തെ ഒരു മണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കെന്താണ്, ആ ഒരു വിശ്വാസം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ മുങ്ങി നിവർന്ന് വന്നു. പൊന്നിവിടെ നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. എൻ്റെ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞു. ഏട്ടത നേരെ കുളിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ മുങ്ങി കല്ലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരതി നോക്കാം കേട്ടോ. ഇവിടെ ചന്ദനം കിട്ടും. നമുക്ക് തൊടാം. ഓക്കെ ആണോ? കരിങ്കല്ലാണ് കിട്ടിയത്. കരിങ്കല്ല് ഉരച്ചാൽ എന്ത് കിട്ടും നമുക്ക് നോക്കാം. വലിയ പൊട്ട. അങ്ങനെ കുളിയും ചന്ദനത്തൊടലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വരി നിൽക്കാൻ പോയിട്ടുണ്ട്. എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. മണിക്കൂറുകളോളം നിന്നിട്ടാണ് ഞങ്ങൾക്കൊന്ന് തൊഴാൻ പറ്റിയത്. അങ്ങനെ ദേ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് അക്കരെ കൊട്ടിയൂരാണ് കേട്ടോ. അതായത് ബാവലിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂരുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വൈശാഖോത്സവം നമുക്കറിയാലോ, വൈശാഖോത്സവത്തിനാണ് നമ്മൾ അങ്ങോട്ട് തൊഴാൻ പോകുന്നത്. വൈശാഖോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. ഈ വൈശാഖോത്സവം എന്ന് പറയുന്നത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കേട്ടോ. ഈ ഒരു സമയങ്ങളിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളോ മറ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ അമ്പലമുറ്റത്തേക്ക് എത്താറായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിന് കേട്ടോ. ഞാനിങ്ങനെ പ്രതീക്ഷിക്കാതെ എത്തിയതാണ് ഞാനിവിടെ. ഞാൻ ആദ്യമായിട്ട് പോവായതുകൊണ്ട് തന്നെ ഓരോന്ന് കാണുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അവിടെ നമ്മുടെ മണിത്തറ എന്നറിയപ്പെടുന്നത്, അതായത് നമ്മുടെ ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിനെയാണ് മണിത്തറ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സതീദേവി യാഗാഗ്നിയിൽ ചാടിയ സ്ഥലമാണ് അമ്മാറയ്ക്കൽ തറ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ അതൊക്കെ കണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്താക്കി വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നന്നായി തൊഴുതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുത്തെ പ്രസാദം വാങ്ങാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് കേട്ടോ. ഈ അക്കരെ കൊട്ടിയൂരിൽ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് ഇക്കരെ കൊട്ടിയൂർ പോകാൻ പറ്റുള്ളേ. അപ്പോൾ ഫുൾ ചളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാലുമൊക്കെ. ജസ്റ്റ് ഒന്ന് കാലമൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഇക്കരെ കൊട്ടിയൂരിലേക്ക്. അങ്ങനെ നമ്മൾ നേരെ ഇക്കരെ കൊട്ടിയൂരെത്തി. നേരെ കാണുന്നതാണ് അമ്പലം. ഇതാണ് കേട്ടോ നടപ്പാത എന്ന് പറയുന്നത്. അപ്പോൾ നിത്യപൂജയ്ക്ക് വേണ്ടിയുള്ള അമ്പലമാണ് ഇക്കരെ കൊട്ടിയൂർ. ഈ അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവം നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പിന്നെ പൂജ തുടങ്ങുള്ളൂ. അങ്ങനെ ഇവിടെ നന്നായിട്ട് തൊഴുതു നമ്മൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ. പോരുന്ന സമയത്ത് നമുക്ക് എന്ത് വാങ്ങണം, ഓടപ്പൂ വാങ്ങണം. കൊട്ടിയൂർ വന്നാൽ ഓടപ്പൂ നിർബന്ധമായിട്ടും വാങ്ങും കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഓടപ്പൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടു നിന്നു കേട്ടോ. ഇത്ര കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആര് കൊട്ടിയൂർ വന്നാലും ഓടപ്പൂ വാങ്ങിയേ പോവുള്ളൂ. ഇവിടെ കൊട്ടിയൂരിൽ ഒരു പ്രസാദമായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്, ഓടപ്പൂവിനെ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവും, അങ്ങനത്തെ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളും അവിടെ നിന്ന് എന്ത് വാങ്ങിയിട്ടുണ്ട്, ഓടപ്പൂവൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് പോകുന്നത്. അങ്ങനെ ഇക്കരെ കൊട്ടിയൂർ തൊഴുതു. ഞങ്ങൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് കേട്ടോ. അവിടെ ആൾക്കാർ വരി നിൽക്കുന്നുണ്ട്, തിരക്ക് തന്നെയാണ്. അപ്പോൾ വന്നു, ഏട്ടന്മാരൊക്കെ നേരത്തെ തൊഴുത് വന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വന്നു, ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുമാവും അച്ചാറും പിന്നെ ചായയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി പുഴയിൽ പോയിട്ടുണ്ടായിരുന്നു, വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴുക്കുള്ളൊരു ഭാഗമായിരുന്നു. ആ ചാക്കിനോട് ബണ്ട് കെട്ടിയ ഭാഗമായതുകൊണ്ട് കുറച്ച് ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിലങ്ങ് പോയത്. അപ്പോൾ കരച്ചിൽ കേട്ട് ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പോണത് കണ്ടത്. അപ്പോൾ തന്നെ ഒരാൾ ചാടി രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങളിതാ ചായ കുടിച്ചു കഴിഞ്ഞു. ഇവിടെ നെക്സ്റ്റ് ക്യാബേജ് ഉപ്പേരി, രാത്രിയൊക്കെ ചോറിനുള്ള ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണ്ട്. ഈ 2 വ്യക്തികളാണ് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ അവിടെ വന്ന് ചായ കുടിക്കുന്നു. ഗൈസ്, ഇവിടെ അതിമനോഹരമായ പുഴയുടെ സൈഡിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ഞങ്ങൾ. ഉമ്മ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പൊ ചായ അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മോയിസ്ചറൈസർ ഇട്ട് ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. സൈഡ് കൂടെ പൊന്നു കണ്ണേതിലേക്ക് നടത്തുന്നുണ്ട് കേട്ടോ. എന്ത് സ്റ്റോപ്പ് ആയിരിക്കും. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി മുടി കെട്ടാനുണ്ട്. അപ്പോൾ മുടി ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ച് അഴിച്ചിട്ടതാണേ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് തിരിച്ച് പോരുകയാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ച് തിരക്കാണ്, സ്ലോ ആയിട്ടാണ് പോരുന്നത്. അതേപോലെ തന്നെ ആൾക്കാർ അവിടെ ഫുൾ വരി നിൽക്കുന്നുണ്ട്, ഇപ്പോഴും വരി നിൽക്കുകയാണ്. ഞങ്ങൾ തന്നെ ഒരു 4 മണി 5 മണി ടൈമിൽ കയറിയിട്ട് 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ തൊഴുതിറങ്ങാൻ. ഇവിടെ ഫുൾ ആൾക്കാരാണ്, നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ കൊട്ടിയൂർ ബ്ലോക്കിലാണ് കേട്ടോ ഞങ്ങൾ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആരൊക്കെയോ അരിയുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ. ഞങ്ങൾ പറശ്ശിനിക്കടവ് നിന്നാണ് ഉച്ചകത്തെ ചോറ് തിന്നാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പോണ വഴിയിലുള്ളൊരു ഹോട്ടലിൽ കയറി കഴിച്ചതാണ്. ചേച്ചിക്ക് സീറ്റ് കിട്ടിയില്ല. ഞാനിവിടെയാണ്, എന്റെ സ്ഥിരം സീറ്റ് ഇവിടെയാണ്. അപ്പോൾ നമ്മളിനി പെരളശ്ശേരി അമ്പലത്തേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. അപ്പം എന്തായാലും ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ. ഗൈസ്, ഇവിടുത്തെ കുളമാണ് കേട്ടോ, അത് നല്ല അടിപൊളി കുളം. ഫോട്ടോ എടുക്കാൻ പറ്റുമോ അറിയില്ല, കാരണം നല്ല മഴയാണ്. നോക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. തൊഴുതൊക്കെ ഇറങ്ങി നമുക്ക് കുളം ഒന്ന് കാണണം, പിന്നെ 2-3 ഫോട്ടോ എടുക്കണം. അങ്ങനെ കിട്ടുമോ? എന്താ ചെയ്യാ? ഈ കുളത്തിൽ ഫുള്ള് മീനാണ് കേട്ടോ. നമ്മൾ അക്വാറിയത്തിലിടാൻ പറ്റിയ അങ്ങനത്തെ മീനുണ്ട്, സാധാ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് മീനാണ്, വലിയ മീനുകളൊക്കെ ഉണ്ട്. ഒക്കെ നമ്മളെ പടീൻ്റെ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. കുറേ നേരം ഞങ്ങൾ അത് നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ കുറേ നേരം വെള്ളത്തിലിറങ്ങി കാലിങ്ങനെ വെച്ച് കൊടുത്തിട്ടോ മീനിന്. നല്ല രസമായിരുന്നു. വലിയ മീനുണ്ട് ഗൈസ്, വലിയ മീനുണ്ട്.
പിന്നെ ഇതാ പല ടൈപ്പ് നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് കാലോണ്ട് ഇങ്ങനെ തൊട്ടൊക്കെ പിന്നെ തൊടാൻ പറ്റുന്നില്ല. ഗൈസ് ഞങ്ങളിപ്പോ പറശ്ശിനിക്കടവ് എത്തിട്ടോ. ഇപ്പൊ സമയം 7:30 ആയി. ഇപ്പോഴാണ് എത്തിയത്. നേരെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പൊ മഴ ഇല്ല. അപ്പൊ ഇനി നേരെ പോവാം. ഗൈസ് ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ മുകളിലാണ് ഇറങ്ങിയത്. അപ്പൊ ഇനി ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റിയില്ല. അപ്പം മുകളിൽ അവിടെ നിർത്തിയിട്ട് ഇനി ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങാനുണ്ട്. എന്നാലും വലുതായിട്ടില്ല. മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് എത്തി. ഇനി അമ്പലത്തിലേക്ക് കയറാൻ കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടേ. നേരെ വന്നു പുഴയിലിറങ്ങി കയ്യും കാലമൊക്കെ ഒന്ന് കഴുകി നമ്മൾ തൊഴാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. അങ്ങനെ തൊഴുതിറങ്ങി കേട്ടോ. അപ്പം അമ്പലത്തിൻ്റെ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. തൊഴുതിറങ്ങി ഞങ്ങളിതേ കുറേ നേരം അമ്പലത്തിനുള്ളിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ നേരെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ കടയിലൊക്കെ കയറി ഇറങ്ങിയാണ് കേട്ടോ പോണത്. അങ്ങനെ ഒരു കടയിൽ നിന്ന് ഏറ്റെടുത്ത സാധനമാണ് കേട്ടോ. വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അവിടുന്ന് കണ്ടപ്പെടുത്തതാണ്. ഇത് വെച്ച് കളിക്കാൻ പറ്റിയ പ്രായം തന്നെയാണ്. എന്തായാലും നല്ല രസമുണ്ട്. ആ എക്സ്പ്രഷൻസൊക്കെ നോക്കുക. ഓരോ ചെവി പൊങ്ങുമ്പോഴുള്ള എക്സ്പ്രഷനൊക്കെ ഉഷാറല്ലേ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി കുറേ പാവക്കുട്ടികളൊക്കെ അങ്ങനെ. ഗൈസ് ഇത് ആരാ കിടന്നുറങ്ങുന്നതെന്ന് നോക്കൂ ഗൈസ്. ഇതെന്താ പ്രസ് ചെയ്ത സൗണ്ടോ എന്തുണ്ടോ? പൊന്നോ നോക്ക്. ആ ഫാൻ ഉണ്ടോ അവിടെ? ഞാൻ ആ ഫാൻ നോക്കി. എല്ലാ ബൂത്തിനോട് ശരിയാടാ. ഇനിയിപ്പോ കൂടി ഉണ്ടായിട്ടാണ് നല്ല സുഖ ഉറക്കത്തിലാണ്. 200 എനിക്ക് അതിനെ കൊണ്ട് താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. ഒരു താല്പര്യം പറയാലോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കയറിയിട്ടോ. കുറച്ച് സാധനം വാങ്ങി. ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനം വാങ്ങി കയറുകയാണ്. ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോവാൻ. എന്തായാലും നമുക്ക് വണ്ടിൻ്റെ അടുത്തേക്ക് കയറാം അല്ലേ? കയറ്റം കയറണം വയ്യ. അതെ കയറ്റം കയറാണ് വയ്യ. കഴിഞ്ഞ് ഹലോ വെള്ളം നോക്കണം. നേരിട്ട് പോരി. അവിടെ അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് ഒരു റോഡ് സൈഡിൽ നിർത്തി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഇനി പോവാൻ. ഇപ്പം തന്നെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഒരു 10 മണീൻ്റെ അടുത്തേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി സാധനങ്ങൾ അരിയാനും ഇതിനൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെക്കന്മാരുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി അങ്ങനെ രസമായിട്ട് അങ്ങ് ചെയ്തു കേട്ടോ. അങ്ങനെ അതാ ഒരു സൈഡിൽ ചോറാവുന്നുണ്ട്, ഒരു സൈഡിൽ ഇതേ കറി ആയി കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഉപ്പേരി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കൊട്ടിയൂരിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിരുന്നേ. പിന്നെ അതേ നേരെ ഇതെന്താ നമ്മുടെ തൈരും പിന്നെ സാലഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കക്കരിക്കൊക്കെ അരിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ചോറ്, സാമ്പാർ, പിന്നെ അച്ചാർ, കൊണ്ടാട്ടമുളക്, തൈര്, സാലഡ്, ഉപ്പേരി, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി നേരെ ഞങ്ങൾ പോന്നു കേട്ടോ. പോന്നു പുലർച്ചെ 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ എത്തിയപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ബായ്.